ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ സിഗ്നൽ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. എന്താണ് ഈ ആപ്ലിക്കേഷൻ? സെക്യൂരിറ്റി ഉണ്ടോ, പ്രൈവസി ഉണ്ടോ, അതേപോലെ നമുക്ക് മെസ്സേജിൽ എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടും, ശരിക്കും ഒരു നല്ല ഓവറോൾ ഗുഡ് തന്നെയാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും ബേസിക്കലി ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മളിപ്പോൾ കേട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യം, അഗ്രസീവായിട്ട് കേൾക്കാൻ തുടങ്ങുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് വാട്സപ്പിന്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ മാറി അവർ ഡാറ്റ ഷെയറിംഗ് കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. സോ ഒരു പേഴ്സണൽ മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ നമുക്കത് ആക്സെപ്റ്റബിൾ അല്ല ഒരുപാട് പേർ. കാര്യം അത് മറ്റുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എങ്കിൽ പോലും അത് വേണ്ട, അങ്ങനെ ഒരു ഡാറ്റ ഷെയറിംഗ് ഒക്കെ നടത്തുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ട എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ മാറാൻ പറ്റിയ മറ്റനേകം ആപ്ലിക്കേഷനുകളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും സ്ട്രോങ് ആയ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിഗ്നൽ തന്നെയാണ്. അപ്പൊ എന്താണ് സിഗ്നൽ? ഇത് എവിടെ നിന്ന് വന്നു? ഇത് നല്ലൊരു സെറ്റപ്പ് ഒക്കെ തന്നെയാണോ? വാട്സപ്പിനേക്കാൾ ബെറ്റർ തന്നെയാണോ? നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഒരു ഒറിജിൻ തുടക്കം എന്ന് പറയുന്നത് 2010 അത്രയും പുറകേക്കൊന്നും നമുക്ക് പോകണ്ട. നമുക്ക് ഇപ്പോൾ ഈ ഒരു സിഗ്നലിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിയാൽ മതി. ഇപ്പോഴത്തെ സിഗ്നൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വരവ് എന്ന് പറയുന്നത് 2018 ഫെബ്രുവരിയിലാണ്. മോക്സി മെർലിൻ സ്പൈക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതേപോലെ തന്നെ വാട്സാപ്പിന്റെ കോ ഫൗണ്ടറായ ബ്രയാൻ ആക്ഷനും ചേർന്നാണ് ഈ ഒരു സ്ഥാപനം കൊണ്ടുവരുന്നത്, ഈ സിഗ്നൽ ഫൗണ്ടേഷൻ. അപ്പൊ എന്താണ് ഈ സിഗ്നൽ ഫൗണ്ടേഷന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂസേഴ്സിന് ഈ സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാക്സിമം പ്രൈവസി കൊടുത്തുകൊണ്ടുള്ള ഒരു മെസ്സേജിംഗ് സർവീസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ടാർഗറ്റ്. അതായത് ലാഭം ഉണ്ടാക്കുക, ബിസിനസ് നടത്തി ആ ഒരു സംഗതിയല്ല ഇവരുടെ മൈൻഡിൽ. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇവര് ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു ടീമല്ല. പകരം ജനങ്ങളുടെ പ്രൈവസിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവർക്ക് പ്രൈവസിയോടുകൂടി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇപ്പോഴത്തെ ഉദ്ദേശമാണ്. വാട്സാപ്പിൽ ഇതുപോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് അത് ഫേസ്ബുക്കിന് വിറ്റ് കാശാക്കി അവർ മാറി. അതുപോലെ തന്നെ ഇതിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ചതിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ബട്ട് ഇതൊരു ചതിയാണെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴേക്ക് പ്രസക്തിയില്ല. ഇപ്പോഴേക്ക് ഇത് ഒരു നല്ല സെറ്റപ്പാണ്. കാരണം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ലാഭേച്ഛയോടുകൂടി ലാഭത്തിന് വേണ്ടി ബിസിനസ് നടത്തുന്നവരല്ല, നമ്മുടെ പ്രൈവസിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. പിന്നെ ഇവർക്ക് എന്താണ് ഇതുകൊണ്ട് ലാഭം, ഇവർക്ക് എങ്ങനെയാണ് ഇതിൽ വരുമാനം കിട്ടുന്നത്? ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിന് കാശ് ചെലവില്ലേ? ഡൊണേഷൻ, സംഭാവനകളാണ്. നമ്മൾ നൽകുന്ന സംഭാവനകളിലൂടെയാണ് നമ്മൾ യൂസേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയി നമുക്ക് കൊള്ളാം, ഇവർക്കൊരു സംഭാവന കൊടുക്കാൻ തോന്നി, നമ്മൾ അങ്ങനെ സംഭാവനകൾ നൽകുകയാണെങ്കിൽ ആ സംഭാവനകളിലൂടെയാണ് ഈ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ലാഭം നോക്കി നടന്ന ബിസിനസ്സിലൂടെ എല്ലാവരും ലാഭം ഉണ്ടാക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ഡൊണേഷനുകളിലൂടെയാണ് ഈ ഒരു സ്ഥാപനം വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ അപ്പൊ അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു വാട്സപ്പിന്റെ ഈ ഒരു പോളിസി ചേഞ്ചിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്ര നിസ്സാരമായിട്ട് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇത് ഭയങ്കര സീരിയസ് ഇഷ്യൂ അല്ലേ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തുകൊണ്ടാണ് കിടക്കുന്നത്. ഓരോ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ ഇതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്തുകൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലത്തെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ് വാട്സപ്പും കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ പുതിയതായിട്ടൊരു ഇല്ലീഗലായ ഒരു സംഗതി അവർ കൊണ്ടുവന്ന് നടപ്പാക്കി നമ്മളെ കൊള്ളയടിക്കുന്ന പരിപാടിയൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും നടക്കുന്നത് തന്നെയാണുള്ളത്. സോ അതുകൊണ്ട് അത് ആ ഒരു മൈൻഡിൽ തന്നെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അത് നമ്മൾ യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം അത് നമ്മൾ പേഴ്സണലായിട്ട് തീരുമാനിക്കേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് അതിനകത്ത് യാതൊരു കാര്യമില്ല. ഡാറ്റ ഷെയർ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, വിട്ടുകളയണം, അടുത്ത ആപ്ലിക്കേഷനിലേക്ക് കയറണം, അത്രേ ഉള്ളൂ അതിനകത്ത്. സോ അതിനകത്ത് ലാഘവത്തോടുകൂടി തന്നെ പറയാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അല്ലാതെ ഭയങ്കര അഗ്രസീവായിട്ട് അവിടെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം അതിനകത്ത് വരുന്നില്ല. കമ്പനികൾ എപ്പോഴും ഇങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മാറ്റി അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളത് എക്സ്പെക്ട് ചെയ്തിരിക്കണം. അത് എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇത് ഇത്തിരി ഞെട്ടിപ്പിക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മളിത് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സിഗ്നലിലേക്ക് തിരിച്ചു വരാം. അപ്പൊ എന്തൊക്കെയാണ് സിഗ്നലിന്റെ പ്രത്യേകതകൾ, അത് എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു, ഇപ്പൊ എന്ത് ഉദ്ദേശത്തിൽ വർക്ക് ചെയ്യുന്നു, അവർക്ക് എങ്ങനെയാണ് വരുമാനം, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ മേന്മകൾ എന്തൊക്കെയാണ്. ഇത് നോർമലി നമ്മൾ വാട്സപ്പിൽ കാണുന്ന പോലെ തന്നെ ഇതിന്റെ മെസ്സേജുകൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. അതായത് വാട്സപ്പിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് പോകുന്നത് വേറെ ഫോണ്ടുകളായിട്ട് അല്ലെങ്കിൽ വേറെ നമ്പേഴ്സിന്റെ രീതിയിലൊക്കെ മാറ്റി ആ ഒരു എൻക്രിപ്ഷൻ സ്റ്റൈലിലാണ് പോകുന്നത്. അതിന്റെ റിസീവർക്കാണ് അത് അൺഎൻക്രിപ്റ്റഡ് ആയിട്ട് കിട്ടുന്നത്. സോ എൻക്രിപ്റ്റഡ് ആണ് മെസ്സേജ് എൻഡ് ടു എൻഡ്. അതിനിടയിൽ ആർക്കും ഇത് വായിക്കാൻ പറ്റില്ല. വാട്സപ്പിൽ അങ്ങനെയാണ്. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. യാതൊരു വ്യത്യാസവുമില്ല, എൻക്രിപ്റ്റഡ് ആണ്. പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പ് അത് ഓപ്പൺ സോഴ്സ് അല്ല. അത് ആ കമ്പനി പറയുന്നു ഇത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണ്. നമ്മൾ അത് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഡാറ്റ പോളിസി മാറിയത് കൊണ്ട് മാത്രം അതൊരു ഇഷ്യൂ ആയിട്ട് ഒരുപാട് പേര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് മുൻപും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ടായിരുന്നു, അതെല്ലാവരും യൂസ് ചെയ്തിരുന്നു. അന്നൊക്കെ വിശ്വസിച്ചിരുന്നു, ഇന്നിപ്പോൾ വിശ്വാസമില്ലെന്ന് പറയുന്നു. അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ബട്ട് അവിടെ ഉള്ളതിനേക്കാൾ കൃത്യമായ ഒരു വ്യത്യാസം ഈ പറയുന്ന സിഗ്നലിലുള്ളത്, ഇത് ഓപ്പൺ സോഴ്സ് ആണ്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷന്റെ സെക്യൂരിറ്റി ലെവൽ ആ ഒരു കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് കയറി ചെക്ക് ചെയ്യാവുന്ന ഒരു അവസ്ഥയാണുള്ളത്.
സോ വാട്സപ്പിൽ അവർ പറയുന്നു എൻ്റെ എൻക്രിപ്ഷൻ അതിന്റെ ലെവൽ എന്താണെന്ന് നമുക്കറിയില്ല. ബട്ട് ഇവിടെ നമുക്ക് സിഗ്നലിൽ അത് നമുക്ക് തന്നെ അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ അറിയാവുന്ന ആൾക്കാരുമായിട്ട് കോൺടാക്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു സൗകര്യം ഇത് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് നമുക്കുണ്ട്. സോ ഇവിടെ സെക്യൂരിറ്റി ലെവൽ കുറച്ച് നെക്സ്റ്റ് ലെവലാണെന്ന് പറയാം. സോ ഇത്തിരി ബെറ്റർ ആയ ഒരു സെക്യൂരിറ്റി സംവിധാനം നമുക്ക് തീർച്ചയായിട്ടും സിഗ്നലിൽ ഉണ്ട്. ഒപ്പം തന്നെ പ്രൈവസി പോളിസിയുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഡാറ്റ ഷെയറിംഗ് അവർ നടത്തുന്നില്ല. ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ ഒരു ഡാറ്റയും കളക്ട് ചെയ്യുന്നുമില്ല. ഈവൻ നമ്മുടെ കോൺടാക്റ്റിന് ആക്സസ് കൊടുക്കുമ്പോൾ പോലും ആ കോൺടാക്ട് ഒന്നും അവർ നോക്കുന്നില്ല. അവരെ സംബന്ധിച്ച് നമുക്ക് ആ ആപ്ലിക്കേഷനകത്ത് കോൺടാക്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് അവർ ആ ഒരു ആക്സസ് എടുക്കുന്നത്. അവരുടെ സെർവറിലേക്ക് ഒന്നും തന്നെ അവർ എടുക്കുന്നില്ല. സോ ഓവറോൾ ഒരു ഡാറ്റയും യൂസറുടെ അവർ കൈകാര്യം ചെയ്യുന്നില്ല, കൈമാറ്റം ചെയ്യുന്നില്ല. മൊത്തവും നമുക്ക് തന്നെയാണ് കൺട്രോൾ. സോ ഡാറ്റ ഷെയറിംഗ് പോലുള്ള സംഗതികൾ അതിനകത്ത് ഇല്ല എന്നുള്ളത് വാട്സപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും സിഗ്നലിനെ ഇത്തിരി വ്യത്യസ്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അതും ഓപ്പൺ സോഴ്സ് ആണ്. സോ സെക്യൂരിറ്റി ലെവൽ കുറച്ചുകൂടി കൂടുതലാണ്. ഓവറോൾ വാട്സപ്പിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ അപേക്ഷിച്ച് അതിനേക്കാൾ ഫാർ ബെറ്റർ ആണ് സിഗ്നലിന്റെ സെക്യൂരിറ്റി പ്രൈവസി സംവിധാനങ്ങൾ. സോ നിങ്ങൾക്ക് വാട്സപ്പിന്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് താല്പര്യമില്ലെങ്കിൽ നൈസ് ആയിട്ട് അങ്ങ് സിഗ്നലിലോട്ട് മാറാം. ഇനി ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കാൻ തീരുമാനിച്ചു, കാരണം ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചാൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക? പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ഇതുണ്ട്. ഇവൻ ഐപാഡിൽ, ഡെസ്ക്ടോപ്പിൽ എല്ലായിടത്തും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഡെസ്ക്ടോപ്പിലും ഐപാഡിലുള്ള കാര്യം ഞാൻ പറയാം. അതിന് മുമ്പ് ഫോണിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 1-2 പെർമിഷൻസ് ചോദിക്കും. നോട്ടിഫിക്കേഷൻ, നമുക്ക് മെസ്സേജുകൾ വരുമ്പോൾ നമ്മളെ അറിയിക്കാനുള്ള നോട്ടിഫിക്കേഷൻ പെർമിഷൻ, കോൺടാക്ട്, നമുക്ക് ഇതിനകത്ത് മെസ്സേജ് അയക്കേണ്ട കോൺടാക്റ്റുകൾ കാണണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷന് കോൺടാക്ട് ആക്സസ് ചെയ്യാൻ സാധിക്കണം. സോ അതിനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഗ്രാജുവലി ആവശ്യമാവുന്ന പെർമിഷനുകൾ ചോദിക്കും. എന്തായാലും ഈ ഒരു പെർമിഷൻസ് 2 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ അടിക്കാം, വരുന്ന OTP എൻ്റർ ചെയ്യാം. വാട്സപ്പിലെ പോലെ തന്നെയാണ് കാര്യങ്ങൾ. നേരെ നമ്മൾ ഇതിന്റെ ഹോം സ്ക്രീനിലേക്ക് എത്തുന്നു. അവിടെ ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മെസ്സേജ് ആരംഭിക്കാം. നമുക്ക് സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്ത് തുടങ്ങാം. എൻ്റെ കുറച്ചധികം സുഹൃത്തുക്കൾ സിഗ്നലിൽ വന്നിട്ടുണ്ട്. എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും നമുക്കിത് വാട്സപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ പിന്നീട് നൈസായിട്ട് ഉപയോഗിക്കാം. ടെക്സ്റ്റ് മെസ്സേജ്, അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, വീഡിയോസ് ആയാലും അതേപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ആയാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈവൻ ഓരോ മെസ്സേജിനും നമുക്ക് അതിൽ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് റിപ്ലൈ ചെയ്യാനുള്ള സംവിധാനം പോലുള്ള സംഗതികളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ മെസ്സേജിങ്ങിന്റെ കാര്യത്തിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ്. വാട്സപ്പ് പോലെ തന്നെയാണ് ഇതിന്റെ ഒരു സർവീസ് എന്ന് പറയുന്നത്. ഇവിടെ 1-2 കാര്യങ്ങൾ ഞാൻ കാണാതെ പോയ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റാറ്റസ്, വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ ഇടാറുണ്ട്. ഇത് മിക്കവാറും എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ആ ഒരു സംഗതി ഇതിനകത്ത് ഞാൻ കണ്ടില്ല. സോ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഇത് ആ ഒരു ഫീച്ചർ ആഡ് ചെയ്തേക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്സപ്പിന്റെ കോ ഫൗണ്ടർ ആയ ബ്രയാൻ ആക്ഷൻ തന്നെയാണ് ഇതിന്റെയും തലപ്പത്തുള്ളത്. സോ അദ്ദേഹത്തിന് അറിയാം ഈ ഒരു സ്റ്റാറ്റസും സംഗതികളൊക്കെ എന്താണെന്നുള്ളത്. സോ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമുക്കത് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. വരുമെന്ന് ആരും പറഞ്ഞിട്ടില്ല, അപ്പൊ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ആ ഒരു സ്റ്റാറ്റസ് സംവിധാനങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അങ്ങനെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഏറ്റവും മൈനസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം സ്റ്റാറ്റസ് ഇടാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കും അതൊരു സ്റ്റാറ്റസ് ഇട്ട് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതൊരു മിസ്സിംഗ് ആയിട്ട് ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് സീൻ പോലുള്ള സംഗതികളൊന്നും ഇതിൽ കാണിക്കുന്നില്ല. നമുക്ക് വാട്സപ്പിൽ അത് ഓഫ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പക്ഷേ ഡിഫോൾട്ട് ആയിട്ട് തന്നെ അതൊന്നുമില്ല. ബാക്കിയുള്ള സെറ്റിംഗ്സ്, ഇതിനകത്ത് സെറ്റിംഗ്സിൽ ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പിലെ പോലെ തന്നെ സെറ്റിംഗ്സിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ആ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റിംഗ്സ് കാണാം. അതൊന്നും ഞാനോട് വിശദീകരിക്കുന്നില്ല. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ തന്നെ എടുത്ത് നോക്കുക. ഈസി പരിപാടി. അതിനകത്ത് എല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ട ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാം, വേണ്ടാത്തത് ഓഫ് ചെയ്യാം. ഈവൻ ആൻഡ്രോയിഡ് ഫോണുകളിലാണെങ്കിൽ SMS പോലുള്ള സൗകര്യങ്ങൾ ഈ സിഗ്നൽ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് SMS ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ SMS ആപ്പിൽ പോയിട്ട് SMS അയക്കേണ്ട ആവശ്യമില്ല. ഈ സിഗ്നലിനകത്ത് നിന്ന് തന്നെ ഈ സിഗ്നൽ ഇല്ലാത്ത കോൺടാക്റ്റുകളിലേക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് SMS ഓപ്ഷൻ ഉപയോഗിക്കുകയും ചെയ്യാം. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ സ്റ്റാറ്റസ് ലാസ്റ്റ് സീൻ പോലുള്ള സംഗതികളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് സിഗ്നൽ വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു വാട്സപ്പ് പോയാലും അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചാലും നമുക്ക് വലിയ ഇഷ്യൂ ഒന്നുമില്ല. സിഗ്നൽ അതിനേക്കാൾ ബെറ്റർ ആയ ഫീച്ചേഴ്സ്, ബെറ്റർ ആയ ഫീച്ചേഴ്സ്. ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കിത് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതിന്റെ കാരണം ഞാൻ ആദ്യം ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് ഫോണിലുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഐപാഡിൽ ഉപയോഗിക്കാം, എനിക്ക് എൻ്റെ PC-യിൽ ഉപയോഗിക്കാം. ഇത് 3ഇടത്തും സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് എൻ്റെ ഒരു ഫോൺ നമ്പറിൽ ഞാൻ ഫോണിൽ സിഗ്നൽ ആക്ടിവേറ്റ് ചെയ്തു, ഞാൻ മെസ്സഞ്ചറായിട്ട് ഉപയോഗിക്കുന്നു, മെസ്സേജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഐപാഡ്, വൈഫൈ ഓൺലി ഐപാഡ്, സിം ഇല്ലാത്ത വൈഫൈ ഓൺലി ഐപാഡിൽ ഈ സിഗ്നലിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഫോണിൽ നിന്ന് അത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ എൻ്റെ കയ്യിൽ ഫോൺ ഇല്ല, ഫോൺ ഓഫായി വേറെ ഇരിക്കുകയാണെങ്കിൽ തന്നെയും ഞാൻ ഐപാഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐപാഡിനകത്ത് എൻ്റെ ഫോണിൽ ആ സെയിം മെസ്സഞ്ചർ, ആ സെയിം മെസ്സേജ്, എല്ലാ ഫീച്ചേഴ്സും കൃത്യമായിട്ട് ഐപാഡിനകത്ത് വർക്ക് ചെയ്യും. ഈവൻ ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ല എങ്കിൽ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെയും അവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോണിൽ നിന്ന് ആ സെയിം നമ്പറിൽ ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
കൃത്യമായിട്ട് ആ മെസ്സേജസ് എല്ലാം എനിക്ക് കമ്പ്യൂട്ടറിലും കാണാം. എന്ന് വെച്ചാൽ വാട്സപ്പിൽ നമ്മൾ വാട്സപ്പ് വെബ് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ പോയിട്ട് നമ്മൾ വാട്സപ്പ് വെബ് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ബട്ട് ഇതിന് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. വാട്സപ്പ് വെബിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ആ ഒരു ഫോൺ ഓൺ ആയിരിക്കണം അല്ലെങ്കിൽ നെറ്റുമായിട്ട് കണക്ട് ആയിരിക്കണം എങ്കിൽ മാത്രമാണ് വാട്സപ്പ് വെബ് വർക്ക് ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ സ്കാൻ ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിന് അങ്ങനെ ഒന്നുമില്ല. ഒരു തവണ നമ്മൾ ഐപാഡോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പായിട്ട് ലിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഫോൺ ഓഫ് ആണെങ്കിലും ഒന്നും വിഷയമല്ല. ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് നമ്മുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിൽ വർക്ക് ചെയ്യുന്നോ അതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോഴേക്കും ഞാൻ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് യാതൊരു വിധ ഇഷ്യൂസും ഇല്ല. പ്രത്യേകിച്ചും ഈ ഒരു ഫീച്ചർ, ഈ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം വർക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം കൊണ്ട് എനിക്ക് ഭയങ്കരമായ അഡ്വാൻറ്റേജ് ആണ് വാട്സപ്പിനെ അപേക്ഷിച്ച്. കാരണം ഞാൻ പലപ്പോഴും മെസ്സേജ് വരുമ്പോൾ എൻ്റെ ഫോണിലേക്ക് വന്ന് നോക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്, അല്ലെങ്കിൽ വാട്സാപ്പ് വെബ് ഓപ്പൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ബട്ട് ഈ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഐപാഡിലും ഡെസ്ക്ടോപ്പിലും എല്ലായിടത്തും ഈ സിഗ്നൽ ഇട്ടുകൊണ്ട് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. എൻ്റെ ഒറ്റ നമ്പർ 3 ഡിവൈസിലും എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വാട്സപ്പിൽ ഈ ഫീച്ചർ വരുന്നുണ്ട് കേട്ടോ, പക്ഷേ സിഗ്നൽ ഇപ്പം തന്നെ ഉണ്ട്. സോ അതെനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. സോ ഇത്തരത്തിലുള്ള കുറേ നല്ല നല്ല ഫീച്ചേഴ്സ്, ഈവൻ വാട്സപ്പിനേക്കാൾ ബെറ്ററായ സെക്യൂരിറ്റി സംവിധാനങ്ങളോടുകൂടി കുറേ ബെറ്ററായ ഫീച്ചേഴ്സോടുകൂടി നമുക്ക് സിഗ്നൽ ഉപയോഗിച്ച് തുടങ്ങാം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഈ ഫീച്ചേഴ്സ് എല്ലാം കേൾക്കുമ്പോൾ, ഈ സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം കാണുമ്പോൾ വാട്സപ്പിനേക്കാൾ നല്ലത് സിഗ്നൽ തന്നെയല്ലേ? ഒന്ന് മാറിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. സ്റ്റാറ്റസ് നമുക്ക് എന്തായാലും മിസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി വേണോ വേണ്ടയോ, അതായത് സിഗ്നൽ നമുക്ക് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് തികച്ചും പേഴ്സണലാണ്. ഞാൻ വാട്സപ്പ് എഗ്രി ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിൽ എൻ്റെ ഗ്രൂപ്പുകളും കാര്യങ്ങളും എൻ്റെ മോളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എഗ്രി ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അവരെന്ത് ഡാറ്റയാണ് ഷെയർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അതെനിക്ക് വലിയ ഇഷ്യൂ ഇല്ല. കാരണം ഓൾറെഡി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാ കണ്ടീഷൻസും ആക്സെപ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇവിടെ വലിയ ഇഷ്യൂ ഇല്ല. ഞാനത് അഗ്രി ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് വേണം നിങ്ങൾ തീരുമാനിക്കാൻ. നിങ്ങൾക്കിത് ഉപേക്ഷിച്ച് സിഗ്നലിലേക്ക് വരണോ? തീർച്ചയായിട്ടും വരാം. സിഗ്നൽ അടിപൊളി തന്നെയാണെന്നാണ് എൻ്റെ ഈ ചെറിയൊരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ആൾക്കാർ കൂടുതൽ സിഗ്നലിലേക്ക് വന്ന് വാട്സപ്പ് ഒഴിവാക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാം. കാരണം ഡാറ്റ ഷെയറിംഗ് പോലുള്ള സംവിധാനങ്ങളുള്ള വാട്സപ്പിനേക്കാൾ നല്ലത് അതില്ലാത്ത കുറെ കൂടി ബെറ്ററായ പ്രൈവസിയും കാരണം തരുന്ന സിഗ്നൽ തന്നെയല്ലേ. ആലോചിച്ച് നോക്കുക. തീരുമാനം നിങ്ങളുടേതാണ്, എൻ്റെ അല്ല. ഞാൻ പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങൾ തീരുമാനിക്കേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.